കേരളത്തിന്റെ തെരുവോരങ്ങളിൽ 35-ലധികം രക്തസാക്ഷികൾ SFIക്ക് ഉണ്ടായിട്ടുണ്ട്. ഇത്രയും മനുഷ്യരെ അരിഞ്ഞു വീഴ്ത്തിയിട്ടും ലജ്ജയുടെ ലാഞ്ചന ഏതുമില്ലാതെ അക്രമ രാഷ്ട്രീയത്തെക്കുറിച്ച് പറയാൻ KSUവിന് സാധിക്കുന്നുണ്ടെങ്കിൽ ഇവിടുത്തെ മാധ്യമങ്ങൾ താരാട്ടുപാട്ട് വളർത്തിയതാണ് KSU, അവരെ പാലൂട്ടി വളർത്തിയതാണ്. നിങ്ങൾക്കറിയാം എവിടെയാണ് സംഘർഷം എന്ന വാക്ക് ഉപയോഗിക്കേണ്ടത്. SFIക്കെതിരെ ആക്രമിച്ചുള്ളത് സംഘർഷമാണ്, പക്ഷെ നിങ്ങൾക്കറിയാം എവിടെയാണ് ആക്രമണം എന്ന് ഉപയോഗിക്കേണ്ടത്. വാക്കുകൾ എവിടെ എങ്ങനെ ഉപയോഗിക്കണമെന്ന്, വാക്കുകളെ സവിശേഷമായ രാഷ്ട്രീയത്തിന്റെ സംവേദന സാധ്യതയായി ഉപയോഗിച്ച് വലിയ പ്രതീതി നിർമ്മാണം നടത്തി, വലിയ പൊതുവൽക്കരണം നടത്തി, അങ്ങേയറ്റം തെറ്റിദ്ധാരണ വ്യവസായം കേരളത്തിൽ നടപ്പാക്കുക എന്നാണ് കേരളത്തിലെ മാധ്യമങ്ങളും ആ മാധ്യമങ്ങളുടെ അടിത്തറയിൽ നിൽക്കുന്ന കേരളത്തിലെ വലത് രാഷ്ട്രീയ സംഘടനകളും ചെയ്യുന്നത്. നമസ്കാരം. തൊപ്പിയെ പോലുള്ള ചില യൂട്യൂബർമാർ, അതായത് ഈ ഹെഡ്ഫോണും വെച്ച് ഈ സമൂഹമായിട്ട് യാതൊരു ബന്ധവുമില്ല, ഊളത്തരമാണ് നമുക്ക് ആവശ്യം, ഹാപ്പിനെസ്, എൻജോയ് എന്നീ കാര്യങ്ങൾ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കണം എന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ കണ്ടപ്പോൾ വരുംകാല തലമുറ ഇങ്ങനെയാണോ എന്നുള്ളൊരു ആശങ്കയുണ്ടായിരുന്നു. പരിപൂർണമായി മാറിയിട്ടുണ്ട്. ഏഷ്യാനെറ്റിന്റെ ഒരു ഒറ്റ പരിപാടിയിൽ കോഴിക്കോട് മാടമ്പള്ളി കോളേജിലെ പ്രണവിന്റെ ഒരു പ്രതികരണം കണ്ടതോടുകൂടി കേരളത്തിന്റെ യുവത്വം പ്രതീക്ഷാ നിർഭരം തന്നെയാണ്. ഈ തൊപ്പിമാരെ പോലുള്ളവർക്ക് ഈ സമൂഹത്തെക്കുറിച്ച് യാതൊരു ചിന്തയുമില്ല, അത് ചിന്തിക്കേണ്ട കാര്യവുമില്ല. കാര്യം എങ്ങനെയാണ് ഈ നാട് ഇങ്ങനെ ആയതെന്നും ഇവർ അനുഭവിക്കുന്ന സ്വാതന്ത്ര്യം എങ്ങനെയാണ് ഇവർക്ക് ലഭ്യമായതെന്നും അതിനെക്കുറിച്ച് എന്തെങ്കിലും തരത്തിലുള്ള ചിന്തകളുടെ ആവശ്യമില്ല. നമുക്ക് നമ്മുടെ കാര്യം, നമ്മുടെ സന്തോഷം, നമ്മുടെ എൻജോയ്മെന്റ് എന്ന രീതിയിലേക്ക് പോകുന്ന ഒരു കൂട്ടം ചെറുപ്പങ്ങളുണ്ട്. അതായത് ഹെഡ്ഫോണും വെച്ച് 24 മണിക്കൂറും ഫോണിൽ മാത്രം ജീവിക്കുന്നവർ. അങ്ങനെയല്ല. നമ്മുടെ രാഷ്ട്രീയ സാമൂഹിക പരിതസ്ഥിതിയെ സംബന്ധിച്ചും നമ്മുടെ ചരിത്രത്തെ സംബന്ധിച്ചും വളരെ കൃത്യമായ ബോധ്യമുള്ളവരാണ് നമ്മുടെ ചെറുപ്പങ്ങളെന്ന് ചില പ്രതികരണങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് കോഴിക്കോട് മാടമ്പള്ളി കോളേജിൽ ഏഷ്യാനെറ്റ് നടത്തിയ ഒരു രാഷ്ട്രീയ ഗിമ്മിക് പരിപാടിയാണ്. ക്യാമ്പസുകളിലെ രാഷ്ട്രീയം അറിയുന്നതിന് വേണ്ടി അവർ ഇപ്പോ ക്യാമ്പസുകളിലെ രാഷ്ട്രീയം ചികഞ്ഞ് സംഘപരിവാറിന് സ്കോപ്പ് ഉണ്ടോ എന്ന് പരിശോധിക്കാൻ വേണ്ടി പോയ അവർക്ക് കിട്ടുന്ന ചില മറുപടികളുണ്ട്. ആ മറുപടികളാണ് ഈ നാടിന്റെ കരുത്തെന്ന് പറയേണ്ടി വരികയാണ്. പ്രണവിനെ പോലുള്ള ശബ്ദങ്ങൾ ഈ നാടിന് വരും കാലത്ത് വലിയ തണലാണെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഒരു കാര്യം പറയണ്ടായി, അഭിപ്രായം പറഞ്ഞു പോയതിന്റെ പേരിൽ കൂലിത്തൊഴിലാളികൾ എന്നെ ആക്രമിക്കാണെന്ന് പറയേണ്ടി വന്നത് കോൺഗ്രസിന്റെ കേരളത്തിലെ സമുന്നതമായ പദവി അലങ്കരിച്ച VM സുധീരനാണെന്നുള്ളതാണ്. ഒരു കാര്യം കൂടി സൂചിപ്പിക്കുകയാണ്. കോൺഗ്രസ് മുമ്പോട്ട് വെച്ച ന്യൂ ലിബറൽ സാമ്പത്തിക സങ്കല്പങ്ങളുടെ നരസിംഹറാവു തുടങ്ങി വെച്ച, പിന്നീട് മൻമോഹൻ സിംഗിലൂടെ തുടർന്ന് വന്ന സാമ്പത്തിക നയങ്ങളുടെ തുടർച്ചയാണ് BJP നടപ്പിലാക്കുന്നത്. ഇത്രയ്ക്കധികം വിയോജിപ്പുണ്ടെങ്കിൽ ഇന്ത്യ മുന്നണി നിങ്ങൾ എങ്ങനെ ഒരുമിച്ചിരിക്കും? നിങ്ങൾക്ക് എന്തെല്ലാം വിയോജിപ്പുകൾ ഉണ്ടെങ്കിലും യോജിക്കാൻ കഴിയാവുന്നതിന്റെ ഏതെങ്കിലും ഒരു കാരണമുണ്ടെങ്കിൽ അതിന്റെ പേരിൽ യോജിക്കുക എന്നുള്ളതാണ്. അത് കോൺഗ്രസിനോടുള്ള സവിശേഷമായ സ്നേഹം കൊണ്ടല്ല, മറിച്ച് ഈ രാഷ്ട്രം നിലനിൽക്കേണ്ടതുണ്ട്. പ്രത്യയശാസ്ത്രങ്ങൾ തമ്മിലുള്ള ആശയധാരകൾ തമ്മിലാണ് രാഷ്ട്രീയത്തിൽ ഏറ്റുമുട്ടുന്നത്. ഇന്ത്യയിൽ വർഗീയ രാഷ്ട്രം നിലനിൽക്കണമോ അതോ ഇന്ത്യ ഒരു മതേതര രാഷ്ട്രമായി നിലനിൽക്കണമോ എന്നതാണ് ചോദ്യം. അല്ലാതെ ഏതെങ്കിലും വ്യക്തികൾ തമ്മിലുള്ള വൈയക്തികമായ പോരാട്ടങ്ങളിലേക്കോ സങ്കുചിതത്വത്തിലേക്കോ ചുരുക്കുന്നത് അത് ആത്യന്തികമായി പരോക്ഷമായി നിങ്ങൾ വർഗീയ രാഷ്ട്രീയത്തിന് സാധൂകരണം കൊടുക്കുകയാണ് ചെയ്യുന്നത് എന്നുള്ളത്. ഇന്ത്യ ഭൂപടത്തിൽ ഉണ്ടാവുമെന്നല്ല, ഇന്ത്യ എന്ന ആശയം നിലനിൽക്കുമെന്നാണ്. ഇന്ത്യ എന്ന റിപ്പബ്ലിക് നിലനിൽക്കുമെന്നുള്ളതാണ്. ഇന്ത്യ എന്ന ആശയം എന്താണ്? ഇന്ത്യ എന്ന റിപ്പബ്ലിക് എന്താണ്? അത് ജനാധിപത്യത്തെ അംഗീകരിക്കുന്ന, മതനിരപേക്ഷ ബോധ്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന, ബഹുസ്വരതയെ അംഗീകരിക്കുന്ന രാജ്യമാണ്. അംബേദ്കർ ജനാധിപത്യത്തെക്കുറിച്ച് പറയുന്നുണ്ട്, വ്യത്യസ്തനായിരിക്കാനും വ്യത്യസ്തനായിരിക്കുന്നതിന്റെ പേരിൽ വേട്ടയാടപ്പെടാതിരിക്കാനുമുള്ള അവകാശമാണ് ജനാധിപത്യം. യഥാർത്ഥത്തിൽ ആർത്ഥത്തിൽ ജനാധിപത്യം ഇല്ലെന്ന് മാത്രമല്ല, ജനാധിപത്യം ഒരു കേവലം തെരഞ്ഞെടുപ്പ് വ്യവഹാര പ്രക്രിയ എന്ന നിലയിൽ പോലും സമാനതകളില്ലാത്ത രീതിയിൽ ആക്രമണം നേരിടുന്ന ഒരു കാലത്താണ് ഞാൻ ജീവിക്കുന്നത്. ഇന്ത്യ നിലനിൽക്കണമെങ്കിൽ, ഇന്ത്യ ഒരു മതരാഷ്ട്രമാകാതിരിക്കണമെങ്കിൽ, ഇന്ത്യ ഒരു ബഹുസ്വര സമൂഹമായി നിലനിൽക്കണമെങ്കിൽ ഇന്ത്യയിലെ ഹിന്ദുത്വ രാഷ്ട്രീയം, ഇന്ത്യയിലെ വർഗീയ രാഷ്ട്രീയം പരാജയപ്പെടേണ്ടതുണ്ട് എന്നാണ് ആ മാധ്യമം. ആ വർഗീയ രാഷ്ട്രീയത്തെ പരാജയപ്പെടുത്താനുള്ള ശേഷി കേരളത്തിലെ ക്യാമ്പസുകൾക്കുണ്ട്. നിശ്ചയമായി നമ്മൾ പ്രതിരോധം ഉയർത്തും. കേരളത്തിലെ കലാലയങ്ങൾ എന്ന ലോകത്തെമ്പാടും കലാലയങ്ങളിലാണ് ആദ്യമായിട്ട് ഭരണകൂടത്തിന്റെ സമഗ്രാധിപത്യ നയങ്ങൾക്കെതിരെ പ്രതിഷേധം ഉയരുന്നത്. കേരളത്തിന്റെ തെരുവോരങ്ങളിൽ 35-ലധികം രക്തസാക്ഷികൾ SFIക്ക് ഉണ്ടായിട്ടുണ്ട്. ഇത്രയും മനുഷ്യരെ അരിഞ്ഞു വീഴ്ത്തിയിട്ടും ലജ്ജയുടെ ലാഞ്ചന ഏതുമില്ലാതെ അക്രമ രാഷ്ട്രീയത്തെക്കുറിച്ച് പറയാൻ KSUവിന് സാധിക്കുന്നുണ്ടെങ്കിൽ ഇവിടുത്തെ മാധ്യമങ്ങൾ താരാട്ടുപാട്ട് വളർത്തിയതാണ് KSU, അവരെ പാലൂട്ടി വളർത്തിയതാണ്. നിങ്ങൾക്കറിയാം എവിടെയാണ് സംഘർഷം എന്ന വാക്ക് ഉപയോഗിക്കേണ്ടത്. SFIക്കെതിരെ ആക്രമിച്ചുള്ളത് സംഘർഷമാണ്, പക്ഷെ നിങ്ങൾക്കറിയാം എവിടെയാണ് ആക്രമണം എന്ന് ഉപയോഗിക്കേണ്ടത്. വാക്കുകൾ എവിടെ എങ്ങനെ ഉപയോഗിക്കണമെന്ന്, വാക്കുകളെ സവിശേഷമായ രാഷ്ട്രീയത്തിന്റെ സംവേദന സാധ്യതയായി ഉപയോഗിച്ച് വലിയ പ്രതീതി നിർമ്മാണം നടത്തി, വലിയ പൊതുവൽക്കരണം നടത്തി, അങ്ങേയറ്റം തെറ്റിദ്ധാരണ വ്യവസായം കേരളത്തിൽ നടപ്പാക്കുക എന്നാണ് കേരളത്തിലെ മാധ്യമങ്ങളും ആ മാധ്യമങ്ങളുടെ അടിത്തറയിൽ നിൽക്കുന്ന കേരളത്തിലെ വലത് രാഷ്ട്രീയ സംഘടനകളും ചെയ്യുന്നത്. കേട്ടില്ലേ? എന്തൊരു വ്യക്തതയാണ്, എന്തൊരു സ്പഷ്ടമാണ്, എന്തൊരു ക്ലാരിറ്റിയാണ്. ഒരു രാഷ്ട്രീയ ബോധ്യം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ വായന എന്ന് പറയുന്നതൊക്കെ എത്ര മാത്രം കൂടെ ചേർക്കുന്നുണ്ട് എന്ന് ബോധ്യപ്പെടുത്തുകയാണ്. പുതിയ കാലഘട്ടത്തിലെ ചെറുപ്പങ്ങൾക്ക് വായനയില്ല, അല്ലെങ്കിൽ ഈ സാമൂഹ്യ ചിന്താഗതി ഇല്ല എന്നൊക്കെ പറയുന്നത് വെറും തെറ്റാണ്.
ഇത്തരം വ്യക്തികളോടൊപ്പമുള്ളവർക്ക് ഇതിന്റെ കാറ്റേൽക്കും. സ്വാഭാവികമായി അവരിലേക്കും പലതും അറിവുണ്ടാക്കാനായിട്ട് ഇത്തരം വ്യക്തികൾ മാത്രം മതി. ചെറുപ്പങ്ങൾ ചിലർ വലിയ പ്രതീക്ഷകളാണ്. ഈ നാടിന് വലിയ പ്രതീക്ഷയായി വളർന്നു വരുന്നുണ്ട്. ഈ രാഷ്ട്രീയത്തെക്കുറിച്ചോ സാമൂഹ്യ പരിസ്ഥിതിയെക്കുറിച്ചൊക്കെ മനസ്സിലാക്കാതെ യുവത്വം വളർന്നു കഴിഞ്ഞാൽ ഒരു അരക്ഷിതാവസ്ഥ നമ്മുടെ സമൂഹത്തിനുണ്ടാകും. പക്ഷേ ഇത്തരം ചെറുപ്പങ്ങളുടെ ഈ തിരിച്ചറിവും അവർ പറയുന്ന വാചകങ്ങളും അവർക്കുണ്ടായിരിക്കുന്ന രാഷ്ട്രീയ ബോധ്യങ്ങളും ഈ നാടിനെ മുന്നോട്ട് നയിക്കാൻ വരുംകാല ചെറുപ്പങ്ങൾക്ക് കരുത്തുണ്ടെന്ന് കൃത്യമായി തുറന്നു കാട്ടുകയാണ്. പ്രണവിനെ പോലുള്ളവർ ഈ നാട്ടിലുള്ളപ്പോൾ വരും കാലങ്ങളിലെ ക്യാമ്പസ് രാഷ്ട്രീയങ്ങളിലൂടെ വളർന്നു വരുന്ന പുതിയ തലമുറ നേതാക്കന്മാരും ഈ നാടിനെ മുന്നോട്ട് നയിക്കാൻ പ്രാപ്തിയുള്ളവരാണ്, ഈ നാടിന്റെ സ്പന്ദനങ്ങൾ തിരിച്ചറിയുന്നവരാണെന്ന് കൃത്യമായി ബോധ്യപ്പെടുത്തുകയാണ്. ഏഷ്യാനെറ്റ് ഇത്തരത്തിലുള്ള ചില ചികയലുകൾ നടത്തിയത് കൊണ്ടുള്ള ഒരു ഗുണമുണ്ട്. പല അപ്കമിങ് സ്പാർക്കുകളെ ഈ സമൂഹത്തിന് കാണാൻ കഴിയുന്നുണ്ട്. അതായത് ഈ നാട്ടിലെ യുവത്വങ്ങൾ അത്രമാത്രം മൊബൈൽ ഫോണുകളിൽ ജീവിക്കുന്ന ജീവികളല്ല. ഈ സാമൂഹികമായി ബന്ധമുള്ളവരും ഈ സമൂഹത്തെ അറിഞ്ഞുകൊണ്ടും ഇവിടത്തെ മാധ്യമങ്ങളെ പോലും ഓഡിറ്റ് ചെയ്യുന്നവരാണെന്ന് കൃത്യം ബോധ്യമുള്ള വാചകങ്ങളാണെന്ന് പറയാൻ പറ്റുന്നതാണ് പ്രണവ് പറഞ്ഞു വച്ചിരിക്കുന്നതെന്ന് പറയേണ്ടി വരികയാണ്.